നാം ശഅബാൻ മാസത്തിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. ഇന്ന് ശഅബാൻ 7 ആണ്. ശഅബാൻ അഷ്ഹുറുൽ ഹുറുമിൽപ്പെട്ട, അഷ്ഹുറുൽ ഹുറും എന്ന് പറഞ്ഞാൽ പവിത്രമായ മാസങ്ങൾ, അതിൽപ്പെട്ട ഒരു മാസമല്ല. 4 മാസങ്ങളെ പ്രത്യേകം പവിത്രമായിട്ട് അള്ളാഹുവിൻ്റെ ദീൻ പരിഗണിച്ചിട്ടുണ്ട്. അത്തരമൊരു മാസങ്ങളിൽ പെട്ടതല്ലെങ്കിൽ പോലും റമളാന്റെ ആമുഖം എന്ന മഹത്വമാണ് ശഅബാനുള്ളത്. അതാണ് ശഅബാന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. മുൻഗാമികൾ സലഫ് ഇപ്രകാരം പറയാറുണ്ടായിരുന്നു. അതായത് റജബ് വിത്തിറക്കുന്ന മാസവും ശഅബാൻ കൃഷി ചെയ്യുന്ന മാസവും റമളാൻ വിളവെടുക്കുന്ന മാസവുമാണ്. റമളാന്റെ മുന്നോടിയായിട്ടുള്ള, റമളാനെ വരവേൽക്കുന്ന, റമളാനെ സ്വാഗതം ചെയ്യുന്ന മാസം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ശഅബാൻ ആ സുഹൃതങ്ങൾ കൃഷി ചെയ്യുന്ന മാസമാണ്. ആ രീതിയിൽ നമ്മൾ ശഅബാൻ മാസത്തെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ശഅബാനെ സംബന്ധിച്ചും ശഅബാന്റെ പശ്ചാത്തലത്തിൽ ചരിത്രവും സമകാലിക ലോകവും നമുക്ക് കഴിയാവുന്ന സമയത്തിലും കഴിയാവുന്ന രീതിയിലും വിശദീകരിക്കാനാണ് ഇന്നത്തെ ഖുതുബ പ്രയോജനപ്പെടുത്തുന്നത്. അല്ലാഹു പറയാനും കേൾക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റമളാൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു വിശ്വാസിയുടെ ആത്മീയ വസന്തത്തിന്റെ കാലമാണത്. ആത്മീയമായ പരിശീലനങ്ങളുടെ കളരിയാണ് റമളാൻ എന്ന് പറയുന്നത്. സ്വലാത്തിലും സൗമിലും ദിക്റിലും ദുആയിലും ധന്യമായ കൂടുതൽ വിശ്വാസി മുഴുകുന്ന, എന്നല്ല ഏറ്റവും കൂടുതൽ മുഴുകുന്ന മാസമാണ് റമളാൻ മാസം എന്ന് പറയുന്നത്. ആ റമളാനിലേക്കുള്ള പരിശീലനമാണ് ശഅബാൻ. റമളാനിലേക്ക് അങ്ങനെ ഒരു യാദൃശ്ചികതയിൽ പ്രവേശിക്കുക എന്നുള്ളതല്ല, കൃത്യമായ പരിശീലനം ശഅബാനിലൂടെ നേടിയെടുത്തുകൊണ്ട് റമളാനിലേക്ക് പ്രവേശിക്കുക. ഒരു വിശ്വാസിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ സുഹൃതധന്യമായ ജീവിതമാണ്. എപ്പോഴും സുഹൃതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവിതം. അതാണ് വിശുദ്ധ ഖുർആനിലൂടെ സൂറത്തുൽ അസ്റിലൂടെ അല്ലാഹു തആല പറയുന്ന വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. കാലമാണേ സത്യം, നിശ്ചയം മനുഷ്യർ നഷ്ടകാരികളാണ്. ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസ്വൗ ബിൽ ഹഖ് വതവാസ്വൗ ബിസ്സബ്ർ. സത്യവിശ്വാസികൾ ഒഴികെയുള്ള എല്ലാവരും നഷ്ടത്തിലാണ്. സുഹൃതങ്ങൾ പ്രവർത്തിക്കുകയും സൽക്കർമ്മം കൊണ്ട് അത് പ്രവർത്തിക്കുക മാത്രമല്ല, സത്യം കൊണ്ട് ഉപദേശിക്കുക, ക്ഷമ കൊണ്ട് ഉപദേശിക്കുക, ഈ 4 ദൗത്യങ്ങളും നിർവഹിക്കുന്ന ആളുകൾ ഒഴികെ എല്ലാവരും നഷ്ടകാരികളാണ്. വിശ്വാസികൾ, സുഹൃതങ്ങൾ പ്രവർത്തിക്കുന്നവർ, സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുന്നവർ, ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുന്നവർ, ഈ 4 വിഭാഗം, ഈ 4 കൂട്ടരുമായി മാറാനാണ് നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടത്. ഇത് 4 കൂട്ടർ 4 വിഭാഗം ചെയ്യേണ്ടുന്ന കാര്യങ്ങളല്ല, ഒരേ വിഭാഗം ചെയ്യേണ്ടുന്ന 4 ദൗത്യങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. വിശ്വാസിയുടെ ജീവിതം ഈമാനിലും അമലുസ്വാലിഹാത്തിലും ധന്യമായ ജീവിതമാണ്. അത് വരാൻ പോകുന്ന റമളാനിൽ മാത്രമല്ല, ഈ ശഅബാനിലും എന്നല്ല, ജീവിതം മുഴുക്കയും അമലുസ്വാലിഹാത്തിൽ, സുഹൃതങ്ങളിൽ ധന്യമായ ജീവിതം നയിക്കുന്നവനാണ് വിശ്വാസം. ആ നിലപാട് സ്വീകരിക്കാത്ത ആളുകൾ നഷ്ടകാരികളാണെന്നാണ് പ്രവാചകൻ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മെ അറിയിക്കുന്നത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃതങ്ങൾ വിശ്വാസിയുടെ ജീവിതത്തിൽ കാലവ്യത്യാസങ്ങളില്ലാതെ എപ്പോഴും അയാൾ നിർവഹിക്കേണ്ടുന്ന കാര്യമാണ്. പക്ഷേ ചില മാസങ്ങൾക്ക് പ്രത്യേകമായ പരിഗണനകൾ നൽകപ്പെട്ടിട്ടുണ്ട്. അവയിൽ സുഹൃതങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകം പുണ്യമുണ്ടെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ലം അറക തസൂമു ശഹ്റൻ മിനശ് ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ.
റമദാൻ കഴിഞ്ഞാൽ ഷഅബാൻ പോലെ പ്രവാചകരെ താങ്കൾ വ്രതമെടുക്കുന്ന ഒരു മാസവും ഞാൻ കാണുന്നില്ലല്ലോ. റമദാൻ കഴിഞ്ഞാൽ ഷഅബാൻ മാസത്തിൽ നിങ്ങൾ നോമ്പെടുക്കുന്നത് പോലെ മറ്റൊരു മാസത്തിലും നിങ്ങൾ ധാരാളം നോമ്പെടുക്കുന്നത് ഞാൻ കാണുന്നില്ലല്ലോ. റമദാനിൽ നിർബന്ധ നോമ്പ് അതെല്ലാവർക്കും എല്ലായ്പ്പോഴും ഉള്ളതാണ്, നിർബന്ധമാണത്. അത് കഴിഞ്ഞാൽ പിന്നെ പ്രവാചകരെ അങ്ങയുടെ ജീവിതത്തിൽ ഷഅബാനിലെ നോമ്പാണല്ലോ ധാരാളമായിട്ട് കാണുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, ഖാല ദാലിക ശഹ്റുൻ യഗ്ഫലു നാസു അൻഹു ബൈന റജബിൻ വ റമദാൻ. റജബിന്റെയും റമദാന്റെയും ഇടയിൽ ആളുകൾ അശ്രദ്ധരാവുന്ന മാസമാണ് റജബ് മാസം. റമദാൻ ഇനി 2 മാസം കഴിഞ്ഞാൽ വരാൻ പോവുകയാണല്ലോ എന്നുള്ള ചിന്ത അവിടെ നിന്ന് തുടങ്ങി. പിന്നെ റമദാനിലേക്ക് പോവുകയാണ്. പല ആളുകളും ഇനി റമദാനിലാവാം എന്ന് ചിന്തിക്കുന്നവരാണ്. അങ്ങനെ ചിന്തിക്കുന്നവരാവരുത് വിശ്വാസി. റജബിന്റെയും റമദാന്റെയും ഇടയിൽ ആളുകൾ അശ്രദ്ധരാവുന്ന മാസമാണ് ഷഅബാൻ എന്ന് പറയുന്നത്. അവിടെ കൂടുതൽ ശ്രദ്ധ പുലർത്തുക എന്ന് പറയുന്നതിന് പ്രത്യേക മഹത്വമുണ്ട്. വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ് ഷഅബാൻ മാസം എന്ന് പറയുന്നത്. വഉഹിബ്ബു അയ്യർഫഅ അമലി വഅന സ്വായിമുൻ. ലോകരക്ഷിതാവിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുമ്പോൾ ഞാൻ നോമ്പുകാരനായ അവസ്ഥയിൽ എൻ്റെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ധാരാളം ഐച്ഛിക നോമ്പുകൾ ഷഅബാനിൽ എടുക്കുന്നതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തു. ഷഅബാനിൽ നോമ്പ് മാത്രമല്ല സഹോദരങ്ങളെ നമുക്ക് നിർവഹിക്കാനുള്ളത്. റമദാനെ സ്വാഗതം ചെയ്യുന്ന മാസം എന്ന നിലയിൽ തറാവീഹ് നമസ്കാരം ഒഴിച്ചുള്ള ഈ പുണ്യകർമ്മങ്ങളെല്ലാം, വിശുദ്ധ ഖുർആൻ പാരായണം, അതുപോലെ തന്നെ ഐച്ഛികമായ നമസ്കാരങ്ങൾ, ദിക്റുകൾ, സ്വലാത്തുകൾ, തസ്ബീഹുകൾ എല്ലാം കൊണ്ടും ധന്യമായിരിക്കണം ഒരു വിശ്വാസിയുടെ ഷഅബാൻ എന്ന് പറയുന്നത്. വലിമാ കാന ശഅബാനു കൽ മുഖദ്ദിമതി ലിറമദാൻ ശുരിഅ ഫീഹി മാ ശുരിഅ ഫീഹി മിൻ റമദാൻ. റമദാന്റെ ആമുഖം എന്ന നിലയ്ക്ക് റമദാനിൽ നിയമമാക്കപ്പെട്ട എല്ലാ കാര്യങ്ങളും ഷഅബാനിലും നിയമമാക്കപ്പെട്ടിരിക്കുന്നു. റമദാനിലെ സംഘടിതമായിട്ടുള്ള രീതിയിലുള്ള രാത്രി നമസ്കാരം, തറാവീഹ് നമസ്കാരമില്ല എന്നത് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ റമദാനിലെ എല്ലാ കർമ്മവും ഷഅബാനിലുമുണ്ട്. ഈ രീതിയിലാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഷഅബാനെ മനസ്സിലാക്കിയത്. ഇസ്ലാമിക ലോകം ഷഅബാനെ മനസ്സിലാക്കിയത്. ഓരോ അറബി മാസം എടുത്ത് പരിശോധിക്കുമ്പോഴും ഓരോ ഹിജ്രി മാസം നമ്മൾ എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോഴും നമുക്ക് അതിനൊക്കെ ഓരോ ചരിത്രപരമായ സവിശേഷതകൾ പറയാൻ സാധിക്കും എന്നുള്ളതാണ്. ഖിബലമാറ്റത്തിന്റെ ചരിത്രമാണ് ഷഅബാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. ഖിബലമാറ്റം എന്നാണ് നടന്നത്? റജബിലാണ് നടന്നത്? മുഹറമിലാണ് നടന്നത്? എന്നിങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ നമുക്ക് ചരിത്രകാരന്മാർക്കിടയിലും വ്യാഖ്യാതാക്കൾക്കിടയിലും കാണാൻ സാധിക്കുന്നതാണ്. പക്ഷേ അതിൽപ്പെട്ട പ്രസക്തമായ പ്രബലമായ ഒരു അഭിപ്രായമാണ് ഷഅബാൻ പകുതിയിൽ വെച്ചായിരുന്നു ഹിജറ മാറ്റം നടന്നത്. ഹിജറ മാറ്റത്തിന്റെ ഡേറ്റുമായി ബന്ധപ്പെട്ട വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും ഈ ഷഅബാന്റെ പശ്ചാത്തലത്തിൽ അത് ചർച്ച ചെയ്യുക എന്നുള്ളതിനൊരു പ്രസക്തിയുണ്ട്. പ്രത്യേകിച്ചും ഇന്നത്തെ ഒരു കാലം എന്ന് പറയുന്നത്, അതിൽ നിന്നൊക്കെ ഒരുപാട് പാഠങ്ങൾ ഹിജറ മാറ്റത്തിൽ നിന്ന് നമ്മുടെ ഒരു ചരിത്രത്തെയും സമകാലികതയും മുൻനിർത്തിക്കൊണ്ട് അത് മനസ്സിലാക്കുന്നതിൽ, ലളിതമായി മനസ്സിലാക്കുന്നതിൽ വിശ്വാസി സമൂഹം വിജയിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് ഹിജറ മാറ്റം ഷഅബാന്റെ പശ്ചാത്തലത്തിൽ ഇതുകൊണ്ട് നമ്മൾ പറയുന്നത്. നമുക്കറിയാവുന്നത് പോലെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറയ്ക്ക് മുമ്പും മദീനയിൽ ആദ്യകാലത്തും നമസ്കാരത്തിലെ ഖിബ്ല ബൈത്തുൽ മഖ്ദിസ് ആയിരുന്നു. ആദ്യഘട്ടത്തിൽ ബൈത്തുൽ മഖ്ദിസ് ആയിരുന്നു. എന്നാൽ കഅബയെ ഖിബ്ലയാക്കുക എന്നത് ആദ്യം മുതലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥനയായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരാഗ്രഹമായിരുന്നു. ആ ആഗ്രഹത്തെ മുൻനിർത്തിക്കൊണ്ട് ധാരാളം പ്രാർത്ഥിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചതിന്റെ ഫലമാണ് ഖിബ്ല മാറ്റം എന്ന് പറയുന്നത്.
സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ, പ്രവാചകരെ താങ്കൾ ആകാശത്തേക്ക് കണ്ണും നട്ടിരിക്കുന്നത് നിശ്ചയം നാം കാണുന്നുണ്ട്. ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർദാഹാ, അങ്ങ് തൃപ്തിപ്പെടുന്ന ഖിബ്ലയിലേക്ക് നാം അങ്ങയെ തിരിക്കുന്നതാണ്. ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, പ്രവാചകരെ ഇനി നിങ്ങൾക്ക് മസ്ജിദുൽ ഹറാമിലേക്ക് തിരിയാവുന്നതാണ്. നിങ്ങൾ ധാരാളം പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥന പടച്ചതമ്പുരാൻ സ്വീകരിച്ചിരിക്കുന്നു, ഖിബ്ല മാറ്റിയിരിക്കുന്നു എന്നൊരു ഘട്ടത്തിൽ സന്ദേശം വരികയാണ്, വിശുദ്ധ ഖുർആന്റെ ആഹ്വാനം വരികയാണ്. ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്തേക്ക് ഇനി മുതൽ തിരിയാവുന്നതാണ്. ഫഹൈസുമാ കുൻതും ഫവല്ലു വുജൂഹകും ശത്റഹ്, പ്രവാചകരെ നിങ്ങൾ എവിടെയാണെങ്കിലും ഇനി മുതൽ നിങ്ങൾക്ക് മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്തേക്ക് തിരിയാവുന്നതാണ്, തിരിയേണ്ടതാണ്. വഇന്നല്ലദീന ഊത്തുൽ കിതാബ ലയഅലമൂന അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിഹിം, നിശ്ചയം വേദം നൽകപ്പെട്ട ആളുകൾ അവരെ ക്രമേണ മനസ്സിലാക്കിക്കോളും, താങ്കളുടെ രക്ഷിതാവിൽ നിന്ന് താങ്കൾക്ക് അവതീർണമായത് നിശ്ചയം സത്യമാണെന്ന്. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ യഅമലൂൻ, അവരെ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അല്ലാഹു തആല അശ്രദ്ധനല്ല. ഒരു ഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് മസ്ജിദുൽ ഹറാമിലേക്ക്, കഅബയിലേക്ക് തിരിയാൻ പറയുകയാണ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലാ നഹ്വ ബൈത്തുൽ മഖ്ദിസി 16 ഔ 17 ശഹ്റാ, 16 മാസത്തോളം അതല്ലെങ്കിൽ 17 മാസത്തോളം ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞുകൊണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചിരുന്നത്. ഈ കൽപ്പന വന്നതോടുകൂടിയാണ് മസ്ജിദുൽ ഹറാമിലേക്ക്, കഅബാലയത്തിലേക്ക് തിരിയുന്നത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, എന്തിനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ഇസ്ലാമിക ഉമ്മത്തിനോടും മസ്ജിദുൽ അഖ്സയിലേക്ക് ദീർഘകാലം തിരിഞ്ഞ് നമസ്കരിക്കാൻ പറഞ്ഞത്? എന്തിനായിരുന്നു അത്? ആ മഹത്തായ ദേവാലയത്തോടുള്ള ആ ഒരു അദമ്യമായിട്ടുള്ള ബന്ധം വിശ്വാസി സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കണം. ധാരാളം പ്രവാചകന്മാർ നിയുക്തരായ മണ്ണാണ്, ധാരാളം പ്രവാചകന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണാണ് ഫലസ്തീന്റെ മണ്ണെന്ന് പറയുന്നത്. ആ മണ്ണിന്റെ പ്രാധാന്യം ഈ ഉമ്മത്ത് തിരിച്ചറിയേണ്ടതുണ്ട്. എന്നും സുസ്ഥിരമായി സ്ഥായിയായി ആ അവബോധം ഈ ഉമ്മത്തിന്റെ മനസ്സിൽ നിലനിൽക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് ഒരു നിശ്ചിത ഘട്ടത്തിലേക്ക് മസ്ജിദുൽ ഹറാമിനെ ഖിബലയാക്കി നിശ്ചയിക്കുന്നതിന്റെ മുമ്പായിട്ട് മസ്ജിദുൽ അഖ്സയെ ഖിബലയാക്കിയിട്ട് നിശ്ചയിച്ചത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. ആ ഒരു ആദ്യത്തെ ഖിബലയാക്കി മസ്ജിദുൽ അഖ്സയെ നിശ്ചയിച്ചതിന്റെ പ്രസക്തി എന്നും നിലനിൽക്കുകയാണ്. നമുക്കറിയാം, ഏതാനും ദിവസത്തേക്കെങ്കിലും ഒരു സമാധാന കരാർ ഫലസ്തീനിൽ നിലനിൽക്കുകയാണ്, പശ്ചിമേഷ്യയിൽ നിലനിൽക്കുകയാണ്. സമാധാനപരമായിട്ടൊരു അന്തരീക്ഷത്തിലൂടെ ആ ജനത തൽക്കാലത്തേക്കെങ്കിലും മുന്നോട്ട് പോകുമ്പോൾ അവിടെയാണ് ഇന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു ഭൂതം വന്നുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഒരിക്കലും ആ ജനതയ്ക്ക് സമാധാനമുണ്ടാവരുത് എന്ന രീതിയിലുള്ള വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, അമേരിക്കയിൽ അധികാരത്തിൽ വന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിചിത്രമായ പ്രസ്താവനകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗസയിലെ ജനങ്ങളെ മറ്റു രാജ്യങ്ങളിലേക്ക് മാറ്റണമെന്ന് അദ്ദേഹം ഭീഷണിപ്പെടുത്തുകയാണ്. തുടർന്ന് ഗസ മുനമ്പ് US ഏറ്റെടുക്കുമെന്നും അദ്ദേഹം പ്രസ്താവിക്കുന്നു. സഹോദരങ്ങളെ, നമുക്കറിയാം, മുതലാളിത്തവും വംശീയതയും ചേർത്തുവച്ച ഒരു തീവ്ര വലതുപക്ഷ കാഴ്ചപ്പാടിനെ ഉൾക്കൊള്ളുന്നയാളാണ് ട്രംപ് എന്ന് പറയുന്നത്. അത് പലപ്പോഴും അദ്ദേഹം പ്രകടിപ്പിക്കുന്ന കാഴ്ചപ്പാടാണ്. ട്രംപിനും നെതന്യാഹുവിനും തങ്ങളുടെ അജണ്ടകളെ സാക്ഷാത്കരിക്കാൻ സാധിക്കാത്തതോ മുസ്ലിം ഉമ്മത്തിന് ആ പ്രദേശവുമായിട്ട്, ഫലസ്തീനുമായിട്ടുള്ള ഹൃദയബന്ധം കൊണ്ടാണ്. ആ ഹൃദയബന്ധം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ അതൊരു ഘട്ടത്തിൽ ഇസ്ലാമിക ഉമ്മത്തിന്റെ ഖിബലയായിരുന്നു എന്നുള്ളതാണ്. ഫലസ്തീന്റെ കാര്യത്തിൽ ആ ഒരു കടപ്പാട് നിലനിർത്താനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദീർഘകാലം അവിടേക്ക് തിരിഞ്ഞ് നമസ്കരിക്കാൻ പറഞ്ഞത്. ട്രംപിനും നെതന്യാഹുവിനും പശ്ചിമേഷ്യൻ സ്വപ്നങ്ങൾ ഉണ്ടാവും, പക്ഷേ അതൊരു ദിവാസ്വപ്നമായി പാഴായി പോകും. കാരണം മുസ്ലിം ഉമ്മ ആ പ്രദേശം വിട്ടുകൊടുക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അത് ഫലസ്തീനികളുടെ മണ്ണാണ്. ആ മണ്ണ് അവരുടെ സ്വതന്ത്ര രാഷ്ട്രമായി നിലനിൽക്കുന്നത് വരെയുള്ള കൃത്യമായിട്ടുള്ള
പോരാട്ടങ്ങളും പ്രതിരോധങ്ങളും ആ പ്രദേശത്ത് തുടരുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. ആ മണ്ണിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കാനാണ് ആദ്യം അവിടേക്ക് തിരിയാൻ കൽപ്പിച്ചത്. ആദ്യം തന്നെ കഅബാലയത്തിലേക്ക് തിരിയാൻ പറയാമായിരുന്നു, പക്ഷേ അങ്ങനെ പറഞ്ഞില്ല. മുൻകഴിഞ്ഞ പ്രവാചകന്മാരോടും അവരെ പ്രതിനിധീകരിക്കുന്ന സമുദായങ്ങളോടും ഈ ഉമ്മത്തിന് ഒരു സഹവർത്തിത്വവും സൗഹൃദവും ഉണ്ടാവേണ്ടതുണ്ട്. സൗഹൃദത്തോടുകൂടെയുള്ള സഹവർത്തിത്വം എല്ലാ കാലഘട്ടത്തിലും നിലനിൽക്കേണ്ടതുണ്ട്. ഈ ഉമ്മത്ത് മറ്റുള്ളവരുമായി ചേർന്ന് നിൽക്കേണ്ടതുണ്ട്. അതിനാ കുറച്ചു കാലം ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ പറഞ്ഞത്. കാരണം മുൻകഴിഞ്ഞ പ്രവാചകന്മാർ അവരിൽ നിന്ന് പൂർണ്ണമായിട്ടും ഈ ദീനിനെ വേറിട്ട് മനസ്സിലാക്കാനല്ല വിശ്വാസി സമൂഹത്തോട് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. ആ പ്രവാചകന്മാർക്കിടയിൽ വിവേചനം കൽപ്പിക്കാൻ പാടുള്ളതല്ല. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി അൽ അംബിയാഉ ഇഖ്വത്തുൽ ഇല്ലാത്ത്. പ്രവാചകന്മാർ അവർ സഹോദരന്മാരാണ്. ഉമ്മഹാത്തുഹും ശത്താ വദീനുഹും വാഹിദ്. അവരുടെ മാതാക്കൾ വ്യത്യസ്തങ്ങളാണെങ്കിലും അവരുടെ ദീൻ ഒന്നാണ്. ഈ പ്രവാചകന്മാർ മുഴുക്കയും അള്ളാഹുവിന്റെ ദൂതന്മാരാണ്. അവരെ എല്ലാവരെയും ഉൾക്കൊള്ളാനാണ് വിശ്വാസികളോട് പറയുന്നത്. അതുകൊണ്ട് ആ പ്രവാചകന്മാരോട് ചേർന്ന് നിൽക്കുന്നവരും ആ പ്രവാചകന്മാരെ പ്രതിനിധീകരിക്കുന്ന സമുദായങ്ങൾ എന്നവകാശപ്പെടുന്നവരോടും കൂടുതൽ സൗഹൃദത്തോടുകൂടി മുന്നോട്ട് പോവാൻ ഈ ഉമ്മത്തിന് സാധ്യമാവേണ്ടതുണ്ട്. നമുക്കറിയാം, പ്രവാചകന്മാരെ പ്രതിനിധീകരിക്കുന്ന വ്യത്യസ്ത സമുദായങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. എല്ലാവരും അവകാശപ്പെടുന്നത് അവരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രവാചകന്മാരെയാണ് പ്രതിനിധീകരിക്കുന്നതെന്നാണ്. ജൂത സമൂഹം പോലും അവകാശപ്പെടുന്ന അങ്ങനെയാണ്. ക്രൈസ്തവരും അവകാശപ്പെടുന്ന അങ്ങനെയാണ്. ഓരോരുത്തരും ഓരോ പ്രവാചകന്മാരുടെ പിന്മുറക്കാരാണെന്നാണ് വാദം. ഇനി സെമറ്റിക് മതങ്ങളെ ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള മതങ്ങളും പ്രതിനിധീകരിക്കുന്ന ഒരുപാട് പുണ്യാത്മാക്കളുണ്ട്, ഒരുപാട് പുണ്യപുരുഷന്മാർ എന്നവർ വിശ്വസിക്കപ്പെടുന്ന ആളുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പ് ആഗതമായിട്ടുള്ളവരാണെങ്കിൽ അവർ പ്രവാചകന്മാരാവാനുള്ള സാധ്യതയേറെയാണ്. ആ അർത്ഥത്തിലെല്ലാം തന്നെ ആ സമുദായങ്ങളോട് ചേർന്ന് നിൽക്കാൻ ഇസ്ലാമിക ഉമ്മത്തിന് സാധ്യമാവേണ്ടതുണ്ട് എന്നുള്ള ഒരു പാഠം കൂടി കിബിലമാറ്റത്തിലുണ്ട് എന്നുള്ളതാണ്. ആധുനിക ഭാഷയിൽ പറഞ്ഞാൽ ഈ ഉമ്മത്തിന്റെ ഒരു ദൗത്യം എന്ന് പറയുന്നത് ബിൽഡിംഗ് കമ്മ്യൂണിറ്റീസ് ആൻഡ് ബ്രിഡ്ജിംഗ് കൾച്ചേഴ്സ് എന്നുള്ളതാണ്. സമൂഹങ്ങളെ നിർമ്മിക്കുകയും വിവിധ സമൂഹങ്ങൾക്കിടയിലേക്ക് പാലം പണിയുകയും ചെയ്യുക എന്നുള്ളതാണ്. അതും ഈ ഉമ്മത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഇതെല്ലാം തന്നെ മസ്ജിദുൽ അഖ്സയിലേക്ക് ദീർഘകാലം നിസ്കരിക്കാൻ പറഞ്ഞതിന്റെ താല്പര്യമായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. പക്ഷേ ഒരു സഹകരണത്തിന്റെ പേരിലും ഈ ഉമ്മത്ത് അതിന്റെ അന്തസ്സ് അടിയറവ് വെക്കാൻ പാടില്ല. അതിന്റെ വ്യതിരിക്തതയെ ഇല്ലാതാക്കി കളയാൻ പാടില്ല. അത്തരം വിഷയങ്ങൾ ചോദ്യം ചെയ്യപ്പെടുമ്പോ, ഈ ഉമ്മത്തിന്റെ ഐഡന്റിറ്റി ചോദ്യം ചെയ്യപ്പെടുമ്പോ നിശ്ചയമായിട്ടും അന്തസ്സോടുകൂടി എപ്പോഴും ഈ ഉമ്മത്തിന് നിലനിൽക്കാൻ സാധിക്കണമെന്നുള്ളതാണ്. മുസ്ലിങ്ങൾ കുറെ കാലം ഇങ്ങനെ മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ തുടങ്ങിയപ്പോ ജൂതന്മാരിൽപ്പെട്ട ചില ആളുകൾ പറയാൻ തുടങ്ങി, ഇന്ന മുഹമ്മദൻ ഇത്തജഹ ഇലാ ഖിബ്ലത്തിനാ വഗദൻ യദ്ഖുലു ഫീ ദീനിനാ. മുഹമ്മദ് ഇപ്പോഴിതാ നമ്മുടെ ഖിബ്ലയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു, നാളെ അവൻ നമ്മുടെ മതത്തിലേക്ക് പ്രവേശിക്കും, അവനക്ക് അത്രയേ ഉള്ളൂ എന്ന രീതിയിൽ ഈ ദീനിന്റെ അഖീദയെ നിസ്സാരമാക്കാൻ തുടങ്ങിയ ഘട്ടത്തിൽ അവിടെയാണ് അല്ലാഹു പ്രവാചകന്റെ പ്രാർത്ഥന സ്വീകരിക്കുന്നതും മസ്ജിദുൽ ഹറാമിലേക്ക് തിരിയാൻ പ്രവാചകനോട് കൽപ്പിക്കുന്നതും. ബിശ്ർ ഇബ്നു മഅമൂർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സൽക്കാരത്തിന് പോയതാണ്. അവിടെ വെച്ച് ളുഹ്ർ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. 2 റക്അത്ത് ളുഹ്ർ നിസ്കരിച്ച ഘട്ടത്തിലാണ് ഫവല്ലി വജഹക ശത്റൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്തേക്ക് താങ്കളുടെ മുഖം നിങ്ങൾ തിരിക്കുക എന്നുള്ള ആഹ്വാനവുമായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വചനം പാരായണം ചെയ്തുകൊണ്ട് മസ്ജിദുൽ ഹറാമിന്റെ ആ ഭാഗത്തേക്ക് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ തന്നെ തിരിഞ്ഞു എന്നുള്ളതാണ്. പ്രവാചകൻ റുക്കൂഇലാണ് ഇതിറങ്ങുമ്പോൾ, റുക്കൂഇൽ തന്നെ പ്രവാചകൻ ഖിയാമിൽ അത് പാരായണം ചെയ്ത് പിന്നീട് റുക്കൂഇലേക്കാണ് പോയത്. റുക്കൂഇൽ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം
മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് തിരിഞ്ഞതോടുകൂടി പ്രവാചകന്റെ പിന്നിലുള്ള ആളുകളും പിന്നീട് ഈ വചനവുമായി ബന്ധപ്പെട്ട വിവരം എന്നാർക്കൊക്കെ വിശ്വാസികളിൽ ലഭിച്ചോ അവരെല്ലാം തന്നെ മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു. അപ്പോഴും സ്വാഭാവികമാണ്, കപടന്മാര് പണിയെടുക്കും. ഈ കിബലമാറ്റത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ട് ഇസ്ലാമിനെതിരെയും മുസ്ലിങ്ങൾക്കെതിരെയും പ്രവാചകനെതിരെയും പറയാനും പ്രവർത്തിക്കാനും അവർ തുടങ്ങി എന്നുള്ളതാണ്. മുനാഫിക്കുകൾ ആരംഭിച്ചു അവരുടെ പണി. അവരെ ചോദിക്കാൻ തുടങ്ങി, അവരെ വിശ്വാസികളെ ഈ ദീനിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ തുടങ്ങി. അവരെ പറഞ്ഞു, മാ യദ്രി മുഹമ്മദുൻ ഐന യതവജ്ജഹു മറത്തൻ ഹാഹുന വ മറത്തൻ ഹാഹുന, എങ്ങോട്ടാണ് തിരിയേണ്ടതെന്ന് മുഹമ്മദിന് അറിഞ്ഞുകൂടാ. കുറെ കാലം ഒരു ഭാഗത്തേക്ക്, കുറെ കാലം വേറൊരു ഭാഗത്തേക്ക്. ഇന്ന അംറഹു ലമുൽതരിബുൻ, അവന്റെ കാര്യം കഷ്ടാണ്. എന്ത് ദീനാണ് അവന്റെ ദീന്? കുറെ കാലം ഒരു ഭാഗത്തേക്ക് തിരിയ, വേറെ കുറെ കാലം വേറൊരു ഭാഗത്തേക്ക് തിരിയ. ഇൻകാനത്തിൽ ഖിബലത്തുൽ ഊലാ ഹഖ്ഖുൻ ഫഖദ് തറക്കൽ ഹഖ്ഖ ഇലൽ ബാത്തിൽ, ആദ്യത്തെ ഖിബലയായിരുന്നു ശരിയെങ്കിൽ ആ ശരിയെ വിട്ടുകൊണ്ട് പൊള്ളയിലേക്ക്, വ്യാജത്തിലേക്ക് അവൻ നീങ്ങിയിരിക്കുന്നു. വൈൻകാനത്തിൽ ഖിബലത്തുൽ ഊലാ ഗൈറുൽ ഹഖ്ഖി ഫഖദ് മഖത ഹാദിഹിൽ മുദ്ദഅ അലൽ ബാത്തിൽ, ഇനി ആദ്യം തിരിഞ്ഞ ഇടം അത് ഹഖല്ലായിരുന്നുവെങ്കിൽ, അത് ശരിയല്ലായിരുന്നുവെങ്കിൽ ഇത്രയും കാലം ഒരു ബാത്തിലാണോ അവൻ ഈ സമുദായത്തെ കൊണ്ടുപോയത്, അവൻ ആളുകളെ കൊണ്ടുപോയത് എന്ന രീതിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ അവഹേളിക്കാൻ തുടങ്ങി. ഈ അവസരത്തെ അവർ ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ്. സത്യത്തിൽ എന്തിനായ ഖിബലമാറ്റം? ഒരുപാട് കാര്യങ്ങളുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളോടൊപ്പം ചേർത്ത് വായിക്കേണ്ട കാര്യമാണ്. കപടന്മാരിൽ നിന്ന് യഥാർത്ഥ വിശ്വാസികളെ വേർതിരിക്കുവാൻ ഇസ്ലാമിക ചരിത്രത്തിൽ എല്ലായ്പ്പോഴും, ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് മാത്രമല്ല വർത്തമാന കാലഘട്ടത്തിലും അതിനു വേണ്ടിയുള്ള പ്രത്യേകമായ ദൈവികമായ പ്രക്രിയകൾ ഉണ്ടാവും. അത്തരം പ്രക്രിയകളിൽ ഒന്നുകൂടിയായിരുന്നു ഖിബലമാറ്റം എന്ന് പറയുന്നത്. അത് ഞാൻ പറഞ്ഞതല്ല, ഖുർആൻ തന്നെ പറഞ്ഞതാണ്. വമാ ജഅൽനൽ ഖിബലത്തല്ലതി കുൻത അലൈഹ ഇല്ലാ ലിനഅലമ മയ്യത്തബിഉർ റസൂല മിമ്മൻ യൻഖലിബു അലാ അഖിബൈ, നേരത്തെ നിങ്ങൾ ഉണ്ടായിരുന്ന ഖിബലയിൽ നിന്നും നിങ്ങളെ മാറ്റാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത്, ആരാണ് അള്ളാഹുവിന്റെ റസൂലിനെ ശരിയാവണ്ണം പിൻപറ്റുന്നത്, ആരാണ് പിന്തിരിഞ്ഞു പോകുന്നത് എന്ന് മാലോകരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. എപ്പോഴും അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റുന്നത് ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ ഇടവും വലവും നോക്കാതെ പിൻപറ്റുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ എന്ന് പറയുന്ന യഥാർത്ഥ സുദ്ദീഖുകൾ. ഒരു ഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാവിൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പ്രയാണം ചെയ്തു എന്ന് പറഞ്ഞപ്പോ അവിടെയും കവടന്മാരൊക്കെ അതിനെ ചോദ്യം ചെയ്തു. പക്ഷേ പ്രവാചകന്റെ അരുമ ശിഷ്യൻ, ഒന്നാമത്തെ ശിഷ്യൻ, അദ്ദേഹത്തിന് സുദ്ദീഖ് എന്ന് നാമകരണം ലഭിച്ചത് തന്നെ അദ്ദേഹം അത് ചോദ്യം ചെയ്യാതെ സ്വീകരിച്ചു എന്ന് മാത്രമല്ല, അതിനെ ചോദ്യം ചെയ്തവരെ മുഴുവൻ ചോദ്യം ചെയ്തു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുക്കലേക്ക് ജിബ്രീൽ വരുന്നുണ്ട് അള്ളാഹുവിന്റെ സന്ദേശവുമായി എന്ന് വിശ്വസിക്കുന്ന എനിക്കെന്തുകൊണ്ട് ഇസ്രായേൽ വിശ്വസിച്ചുകൂടാ? ജിബ്രീൽ അലൈഹിസ്സലാം, സുദ്ദീഖ് അലൈഹിസ്സലാം, അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, എനിക്കെന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ? ആ സുദ്ദീഖ് റളിയല്ലാഹു അൻഹു, സുദ്ദീഖുമാരാണ് ഇസ്ലാമിക ഉമ്മത്തിലുള്ളത്. കപടന്മാർ അവരെ സുദ്ദീഖുകളിൽ നിന്ന്, മുഅ്മിനുകളിൽ നിന്ന് വേർതിരിക്കണം. അതിനു വേണ്ടി കൂടിയായിരുന്നു ഖിബലമാറ്റം എന്ന് പറയുന്നത്. സത്യത്തിലെ കപടന്മാർ കുറച്ചു കാലം ഈ ഒരു ആഹ്വാനം വന്നതോടുകൂടി പിന്മാറിയ ആളുകളുണ്ടല്ലോ, അവരെ കുറച്ചു കാലം നബിയുടെ കൂടെ ഉണ്ടായിരുന്നു. അത് അള്ളാഹുവിന്റെ ദീനിനെ പഠിച്ചു മനസ്സിലാക്കിയിട്ടല്ല. അവർക്ക് ഏതോ അർത്ഥത്തിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഉന്മാദ ദേശീയ ബോധം അവരെ പിടികൂടിയിരുന്നു. ഷാം എന്ന് പറയുന്ന പ്രദേശത്തോട് വല്ലാത്ത ഒരാഭിമുഖ്യം, സിറിയൻ നാടുകളോട്, പലസ്തീനോട് ഒരു പ്രത്യേകമായ ആഭിമുഖ്യം, ഹൃദയബന്ധം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിയണമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ ആ ഷാമിയൻ ബോധമായിരുന്നു ഇസ്ലാമിന്റെ ഭാഗമാവാൻ അവരെ പ്രേരിപ്പിച്ചത്. അതല്ലാതെ അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള യഥാർത്ഥ സ്നേഹമായിരുന്നില്ല. പിന്നീട് മസ്ജിദുൽ ഹറാമിലേക്ക് തിരിയണമെന്ന് പറഞ്ഞപ്പോ അവരുടെ ഹിജാസി വിരുദ്ധത സടകളുടെ ഞെളിനേറ്റു എന്നുള്ളതാണ്. അവരതിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഇത്തരത്തിലുള്ള ഉന്മാദ ദേശീയതയെ എന്നും ഇസ്ലാമിക ഉമ്മത്ത് ജാഗ്രതയോടുകൂടി കാണണം എന്നുകൂടിയാണ് ഖിബലമാറ്റം പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം എന്ന് പറയുന്നത്.
സഹോദരങ്ങളെ, ഇതിനൊക്കെ വർത്തമാന ദർശനങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് മനസ്സിലാക്കാൻ, വർത്തമാന സാമൂഹിക സാഹചര്യങ്ങളുമായി രാഷ്ട്രീയ പരിസരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കാൻ ഇസ്ലാമിക ഉമ്മത്തിന് സാധ്യമാവണം എന്നുള്ളതാണ്. ഇപ്പറയുന്ന ട്രംപും ഇപ്പറയുന്ന ഇന്ത്യൻ ഫാസിസ്റ്റുകളുമെല്ലാം ഉയർത്തിക്കൊണ്ടിരിക്കുന്നതും ഉന്മാദ ദേശീയതയാണ്. ഈ ഉന്മാദ ദേശീയത ഇസ്ലാമിനും ഇസ്ലാമിക ഉമ്മത്തിനും മാത്രം ക്ഷീണം ചെയ്യുന്ന ഒരു കാര്യമായിട്ടായിരുന്നു പലരും തെറ്റിദ്ധരിച്ചിരുന്നത്. പക്ഷേ അതങ്ങനെയല്ല എന്ന് കൃത്യമായിട്ട് ട്രംപിന്റെ ഭ്രാന്തൻ നിലപാടുകൾ കാണുമ്പോൾ ലോകം തിരിച്ചറിയുകയാണ്. നമുക്കറിയാം, മതിയായ രേഖകളില്ലാത്ത ആളുകളെപ്പോലും ഗൾഫ് നാടുകളിൽ നിന്ന്, അറബ് രാജ്യങ്ങളിൽ നിന്ന് വളരെ മാന്യമായ രീതിയിലായിരുന്നു പുറത്താക്കിയിരുന്നത്. ഇപ്പോഴും അങ്ങനെയാണ്. മതിയായ ഇല്ലാതാകുമ്പോൾ ആ നാടുകളിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും. പക്ഷെ വളരെ മാന്യമായ രീതിയിൽ, നിതാഖാത്ത് എന്ന രീതിയിൽ അറബ് രാജ്യങ്ങൾ അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നമ്മൾ ട്രംപിന്റെ നടപടികൾ കാണുന്നു. അദ്ദേഹം അധികാരത്തിലേറി കുറെ നാളുകളൊന്നും ആയിട്ടില്ല. പക്ഷേ നമ്മുടെ ഇന്ത്യക്കാരടക്കമുള്ള ആളുകളെ എങ്ങനെയാ പുറത്താക്കിയത്? അടിമകളെ പോലെയാണ് പുറത്താക്കിയത്. കാലിലും അതുപോലെ തന്നെ കയ്യിലുമെല്ലാം ആമം വെച്ചുകൊണ്ട്, ചെങ്ങലകൾ വെച്ചുകൊണ്ടാണ് അവരെ പുറത്താക്കിയത്. പുറത്താക്കപ്പെട്ട ആളുകൾ തന്നെ പറയാൻ, ഭക്ഷണം കഴിക്കാനും ശുചിമുറിയിൽ പോകാൻ പോലും സാധിക്കാതെ 40 മണിക്കൂറുകൾ അവർക്ക് യാത്ര ചെയ്യേണ്ടി വന്നു. അവരുടെ ദുരിതം അവർ വിശദീകരിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിലെ പ്രധാനികളായ ആളുകൾ മൈ ഫ്രണ്ട്, എന്റെ കൂട്ടുകാരൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശേഷിപ്പിക്കുന്ന ട്രംപ് മുന്നോട്ട് വെക്കുന്ന വംശീയ ഉന്മാദ അമേരിക്കൻ ദേശീയ ബോധമാണ്. 2 ബോധമാണ് അയാളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, വെള്ളവംശീയതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ബോധം. പാശ്ചാത്യർ സവർണരാണ്. ആ ഒരു ബോധം, ആ ഒരു വംശീയ ദേശീയ ഉന്മാദമാണ് അദ്ദേഹത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ലോകത്തിന് മുഴുക്കയും ഭീഷണിയാണെന്ന് ഇന്ന് ലോകം തിരിച്ചറിയുകയാണ്. ഇതുവരെ ഇത് ഇസ്ലാമിനെ മാത്രം ബുദ്ധിമുട്ടാക്കുന്ന ഒരു സംഗതിയാണ്, കാരണം അവർക്ക് ദേശസ്നേഹം ഇല്ലാത്തതുകൊണ്ടാണ് എന്നാളുകൾ പറയുമായിരുന്നു. പക്ഷെ ഇവിടെയാണ് ഹിജ്റ മാറ്റത്തിന്റെ ചരിത്രം വീണ്ടും നമ്മെ പഠിപ്പിക്കുന്ന വലിയ കാര്യം എന്ന് പറയുന്നത്, ഉന്മാദ ദേശീയതയല്ല നിങ്ങളെ നയിക്കേണ്ടത്, മനുഷ്യാവകാശ ചിന്തകളാണ്. എല്ലാവർക്കും അവകാശങ്ങളുണ്ട്, എല്ലാവർക്കും അവകാശമുണ്ട്. രേഖയില്ലാതെ താമസിക്കുന്ന ആളാണെങ്കിൽ പോലും അയാൾക്കുമുണ്ട് മനുഷ്യാവകാശം എന്നുള്ള ബോധം. സഹോദരങ്ങളെ, ആ മനുഷ്യാവകാശ ബോധത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ദേശസ്നേഹമാണ് വേണ്ടത്. അതാണ് ഖിബലമാറ്റം പഠിപ്പിക്കുന്ന വലിയ പാഠം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, അതുകൊണ്ട് കഅബയിലേക്കുള്ള ഖിബലമാറ്റത്തിലെ പാഠങ്ങളെ നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. മസ്ജിദുൽ അഖ്സയിൽ നിന്ന് മസ്ജിദുൽ ഹറാമിലേക്കുള്ള മാറ്റം, ഖിബലയെ മാറ്റുമ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ നിസ്കാരത്തിന്റെ ദിശ മാറ്റുക ഇത് മാത്രമല്ല, ഒരു സമുദായത്തിന് ദിശാബോധം നൽകേണ്ടുന്ന ഉത്തരവാദിത്വം വന്നു ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ലോകത്തിന് ദിശാബോധം നൽകേണ്ടുന്ന ഉത്തരവാദിത്വം ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് പ്രവാചകനിൽ വിശ്വസിച്ച ആളുകൾക്കും വന്നു ചേർന്നിരിക്കുന്നു എന്നുള്ള വലിയൊരു സന്ദേശം കൂടി ഖിബലമാറ്റം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. സയഖൂലു സുഫഹാഉ മാ വല്ലാഹു മൻ ഖിബലതിഹിമുല്ലതി കാനൂ അലൈഹാ, അവരുണ്ടായിരുന്ന ഖിബലയിൽ നിന്നും അവരെ മാറ്റിക്കളഞ്ഞത് എന്താണ് എന്ന് വിഡ്ഢികൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ അതിന് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. ഖുല്ലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ്, അല്ലാഹുവിന് ഒരു ദിശയോട് പ്രത്യേകം സ്നേഹമുള്ളത് കൊണ്ടല്ല, കാരണം കിഴക്കും പടിഞ്ഞാറും ഒക്കെ പടച്ചവന്റേത് തന്നെയാണ്. യഹ്ദീ മയ്യശാഉ ഇലാ സിറാത്തി മുസ്തഖീം, അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ ചൊവ്വായ വഴിയിലേക്ക് മാർഗദർശനം ചെയ്യുന്നു. പക്ഷേ ഈ ഖിബലമാറ്റത്തിലൂടെ നിങ്ങളിൽ ഒരു ഉത്തരവാദിത്തം വന്നു ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് നിങ്ങളിൽ വന്നു ചേർന്നിട്ടുള്ള ഉത്തരവാദിത്തം? നിങ്ങൾ ലോകത്തിനി ദിശാബോധം നൽകേണ്ടുന്ന സമുദായമാണ് എന്നുള്ള ഉത്തരവാദിത്തമാണ് നിങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഉത്തരവാദിത്തത്തെ, ഖിബലമാറ്റത്തെ പരാമർശിച്ചതിന് ശേഷം അല്ലാഹു പറയുന്നത്, വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതകൂനു ശുഹദാ അലന്നാസി വയകൂന റസൂലു അലൈക്കും ഷഹീദാ. പ്രവാചകൻ നിങ്ങൾക്ക് സാക്ഷിയായതുപോലെ നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷിയാവുക ഒരു ഉമ്മത്തുൻ വസത്തായി നിലനിന്നുകൊണ്ട് പലരെയും ബാധിച്ചിട്ടുള്ള ഉന്മാദ ദേശീയ വംശീയ ബോധങ്ങൾ നിങ്ങളെ ബാധിക്കാൻ പാടില്ല.
തീവ്രതയുടെയും ജീർണതയുടെയും രണ്ടറ്റങ്ങളിലേക്കും വ്യതിചലിക്കാതെ ലോകത്തിന് സാക്ഷികളാവാൻ, ലോകത്തിന് ദിശാബോധം നൽകാൻ നിങ്ങൾക്ക് സാധ്യമാവണം. പ്രവാചകൻ നിങ്ങൾക്ക് ദിശാബോധം നൽകിയതുപോലെ എന്നെന്നും ലോകത്തിന് ദിശാബോധം നൽകുന്ന ഒരു സമുദായമായി നിങ്ങൾ മാറണം. ഇസ്രായേൽ സമുദായത്തിൽ നിന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും അദ്ദേഹത്തിൽ വിശ്വസിച്ച ജനവിഭാഗത്തിനും ഈ ഉത്തരവാദിത്തം കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നതിലെ സൂചനയാണ് ഖിബല മാറ്റം എന്ന് പറയുന്നത്. അതും ഖുർആൻ തന്നെ പറയുന്ന കാര്യമാണ്. സഹോദരങ്ങളെ, നമുക്കറിയാം, ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഖിലാഫത്തിന്റെ പതനത്തോടുകൂടി ഉമ്മത്തിന്റെ രാഷ്ട്രീയാധിപത്യവും സ്പെയിനിന്റെ തകർച്ചയോടുകൂടി വൈജ്ഞാനികമായി ഉമ്മത്തിനുള്ള മേധാവിത്വവും തകർന്നുപോയി. ശരിയാണ്. പക്ഷേ അതിനെ റെക്ടിഫൈ ചെയ്തെടുക്കുക എന്ന് പറയുന്നത്, അതിനെ കറക്റ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഈ ഉമ്മത്തിന്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഐക്യത്തിലൂടെയും ഒരുമയിലൂടെയും ഉമ്മത്തിന്റെ സാമൂഹികമായിട്ടുള്ള ഐക്യവും ശാക്തീകരണവും സാധ്യമാവണം എന്നുള്ളതാണ്. ആധുനിക സ്പെയിനുകൾ നിർമ്മിക്കാൻ ഉതകുന്ന രീതിയിലുള്ള വൈജ്ഞാനിക നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് ഈ ഉമ്മത്ത് നേതൃത്വം കൊടുക്കണം. അൽ ഹിക്മത്തു ളത്തുൽ മുഅ്മിൻ. വിജ്ഞാനം എന്ന് പറയുന്നത് സത്യവിശ്വാസിക്ക് ഏതോ ഘട്ടത്തിൽ നഷ്ടപ്പെട്ടുപോയ ധനമാണ്. അത് വിശ്വാസിയുടേതാണ്. ആ വിജ്ഞാനോൽപാദനം ഈ സമുദായത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. ആ ഡിസ്കവറീസിന്റെ പിതാക്കന്മാരായിരുന്നു ഈ ഉമ്മത്തിന്റെ പ്രപിതാക്കൾ സ്പെയിനിലെങ്കിൽ എന്ന് മാത്രമല്ല ലോകത്ത് ചരിത്രത്തിൽ പലയിടത്തുമെങ്കിൽ ആ വൈജ്ഞാനിക നായകത്വം എന്ന പദവിയിലേക്കും തിരിച്ചു പോവാൻ ഉതകുന്ന വിദ്യാഭ്യാസ വിപ്ലവത്തിന് ഈ ഉമ്മത്ത് നേതൃത്വം കൊടുക്കണം എന്നുള്ളതാണ്. അതെല്ലാമാണ് ചെയ്യേണ്ടത്. പക്ഷേ അത്തരം ഭൗതികമായ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം ഇപ്പറയുന്ന നേതൃപദവി ആർജിക്കുകയുമില്ല. മറിച്ച് ഈമാനികമായി വളർച്ച നേടാൻ സാധിക്കണം. അൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ യഥാർത്ഥ സത്യവിശ്വാസികളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് അത്യുന്നതർ. നിങ്ങൾ തന്നെയാണ് അത്യുന്നതർ. ആ ഈമാനെ പരിപോഷിപ്പിക്കുവാൻ, ആ ആത്മീയതയെ വളർത്തുവാൻ ഉതകുന്ന പ്രവർത്തനങ്ങളും ഈ ഉമ്മത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവണം. അതിനുവേണ്ടി വരാൻ പോകുന്ന റമളാനെയും ഇക്കഴിഞ്ഞു പോകുന്ന ശഅബാനെയും നന്നായിട്ട് പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയാൻ, കാനൽ മുസ്ലിമൂന ഇദാ ദഖല ശഅബാനു അകബ്ബു അലൽ മസാഹിഫി വഉഖ്രിജു സകാത അംവാലിഹിം. വിശ്വാസികളായിരുന്നു, ചരിത്രത്തിൽ മുസ്ലിങ്ങളായിരുന്നു. ഇദാ ദഖല ശഅബാൻ, ശഅബാൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ അകബ്ബു അലൽ മസാഹിഫ്, അവരെ മുസ്ഹഫുകളുടെ മേൽ ചടഞ്ഞിരിക്കുമായിരുന്നു. വഉഖ്രിജു സകാത അംവാലിഹിം, അവരുടെ ധനത്തിന്റെ സകാത്ത് അവർ പുറപ്പെടുവിക്കുമായിരുന്നു. സകാത്തിനെ സംബന്ധിച്ചുള്ള ബോധമുണ്ടാക്കിയെടുക്കുകയും സകാത്തിനെ സംബന്ധിച്ചുള്ള ഉത്ബോധനങ്ങൾ നടത്തുകയും അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ ചടഞ്ഞിരിക്കുക, ധാരാളമായിട്ട് ഖുർആൻ പാരായണം ചെയ്യുക എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇതെല്ലാമായിരുന്നു ശഅബാനിൽ മുൻഗാമികളായ സ്വഹാബിമാരെ ചെയ്തിരുന്നത് എന്ന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയാൻ. സലമത്ത് ഇബ്നു കുഹൈൽ റളിയല്ലാഹു അൻഹു പറയാണ്, ഷഹ്റു ശഅബാൻ ഷഹ്റുൽ ഖുർആ. ശഅബാൻ മാസം എന്ന് പറയുന്നത് അത് ഖുർആൻ ധാരാളമായിട്ട് പാരായണം ചെയ്യുന്നവരുടെ, ഖുർആൻ പാരായണം ചെയ്യുകയും അത് അർത്ഥസഹിതം അതിന്റെ ആശയം ഉൾക്കൊള്ളുകയും പഠിക്കുകയും ചെയ്യുന്നവരുടെ മാസമാണ് ശഅബാൻ മാസം എന്ന് പറയുന്നത്. കാന ഹബീബ് ഇബ്നു അബീ സാബിത്ത് റളിയല്ലാഹു അൻഹു ഇദാ ദഖല ശഅബാൻ ഖാൽ, ഹബീബ് ഇബ്നു അബീ സാബിത്ത് റളിയല്ലാഹു അൻഹു ശഅബാൻ മാസം പ്രവേശിച്ചാൽ പറയും, ഹാദാ ശഹ്റുൽ ഖുർആ, ഇത് ഖുർആൻ പാരായണം ചെയ്യുന്നവരുടെ മാസമാണ്. അങ്ങനെ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി പ്രത്യേക സമയം അദ്ദേഹം കണ്ടെത്തുമായിരുന്നു. ഉമർ ഇബ്നു ഖൈസ് മലായി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറയാൻ, ഇദാ ദഖല ശഅബാൻ, ശഅബാൻ മാസം പ്രവേശിച്ചു കഴിഞ്ഞാൽ അഗ്ലഖ ഹനൂതഹു, അദ്ദേഹം തന്റെ കട തന്നെ അടച്ചിടും. വതഫറഖ ലിഖിറാഅത്തിൽ ഖുർആൻ, അങ്ങനെ ഖുർആൻ പാരായണത്തിന്, ഖുർആൻ പഠനത്തിന് അദ്ദേഹം ഒഴിഞ്ഞിരിക്കുമായിരുന്നു. അതായിരുന്നു മുൻഗാമികളുടെ ശഅബാനുമായി ബന്ധപ്പെട്ടുള്ള സമീപനം എന്ന് പറയുന്നത്. ഖാല ഹസൻ ഇബ്നു സുഹൈൽ റളിയല്ലാഹു അൻഹു ഖാല ശഅബാൻ, ഹസൻ ഇബ്നു സുഹൈൽ റളിയല്ലാഹു അൻഹു പറയാണ്, ശഅബാൻ മാസം പറഞ്ഞു, യാ റബ്ബ്, പടച്ചവനെ, അല്ലാഹുവിനോട് ശഅബാൻ മാസം ചോദിച്ചു, ജഅൽതനി ബൈന ശഹ്റൈനി അളീമൈൻ, പടച്ചവനെ, രണ്ട് മഹത്തായ മാസങ്ങൾക്കിടയിലാണ് നീ എന്നെ നിശ്ചയിച്ചിട്ടുള്ളത്, റജബിനും റമളാനും ഇടയിൽ. ഫമാലി, എന്താണ് എന്റെ സ്ഥാനം?
അല്ലാഹു ശഅബാനോട് പറഞ്ഞു, ജഅൽതു ഫീക ഖിറാഅത്തൽ ഖുർആൻ, നിന്നിൽ ഞാൻ ഖുർആൻ പാരായണം നിശ്ചയിച്ചിരിക്കുന്നു. അപ്പോൾ ഖുർആൻ പഠനം, പാരായണം, അതുപോലെ സകാത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, അതിനു വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുക, അതുപോലെയുള്ള ഇസ്ലാമികമായിട്ടുള്ള മറ്റു പ്രവർത്തനങ്ങളിലൊക്കെ കൂടുതൽ സജീവമാവുക, റമദാന് വേണ്ടി സജ്ജരാവുക, അതിനു വേണ്ടിയുള്ള മാസമാണ് ശഅബാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് ശഅബാനെ പ്രയോജനപ്പെടുത്താൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശഅബാൻ വബല്ലിഗ്നാ റമദാൻ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ.